എവ്രിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 14th October 2022 നടന്ന UGC നെറ്റ് എക്സാമിന്റെ പേപ്പർ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും ആണ്. ഇതൊരു മോഡറേറ്റ് ടു ഹാർഡ് പേപ്പർ ആയിരുന്നു. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, എ ഡ്രോയിങ് ദാറ്റ് ചാർട്ട്സ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഐഡിയാസ് ഇസ് നോൺ ആസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഡൈവേർജന്റ് തിങ്കിങ്, കൺസെപ്റ്റ് മാപ്പ്, എപ്പിസോഡിക് മെമ്മറി, എംബഡീഡ് കൊഗ്നിഷൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 2, കൺസെപ്റ്റ് മാപ്പ്. കൺസെപ്റ്റ് മാപ്പ് യൂസ് ചെയ്യുന്നത് ഐഡിയാസിനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യാനും അതുപോലെ തന്നെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സൈക്ലിക്കൽ ഫേസസ് ഓർ സബ് പ്രോസസ് ഓഫ് സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് മോഡൽ ബൈ സെമിർമൻ ഓപ്പറേറ്റ്സ് ആസ് ടാസ്ക് അനാലിസിസ്, സെൽഫ് മോട്ടിവേഷൻ ബിലീഫ്, സെൽഫ് കൺട്രോൾ, സെൽഫ് ഒബ്സർവേഷൻ, സെൽഫ് ജഡ്ജ്മെന്റ്, സെൽഫ് റിയാക്ഷൻ. സോ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് സെമിർമൻ സോഷ്യൽ കൊഗ്നിറ്റീവ് മോഡൽ ഓഫ് സെൽഫ് റെഗുലേഷനിൽ 3 ഫേസസ് ഉണ്ട്. അതായത് ഫോർത്തോട്ട് ഫേസ്, പെർഫോമൻസ് ഫേസ്, സെൽഫ് റിഫ്ലക്ഷൻ ഫേസ്. ഈ 3 ഫേസസിലായിട്ട് 6 സ്റ്റെപ്പുകളുണ്ട്. ഈ 6 സ്റ്റെപ്പുകളെ ഓർഡർ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ആദ്യം ടാസ്ക് അനാലിസിസ്, അതിനുശേഷം സെൽഫ് മോട്ടിവേഷണൽ ബിലീഫ്. ഇത് രണ്ടും വരുന്നത് ഫോർത്തോട്ട് ഫേസിലാണ്. അതിനുശേഷം വരുന്നത് സെൽഫ് കൺട്രോളും അതുപോലെ തന്നെ സെൽഫ് ഒബ്സർവേഷനുമാണ്. ഇത് പെർഫോമൻസ് ഫേസിലാണ് വരുന്നത്. അടുത്തത് സെൽഫ് ജഡ്ജ്മെന്റ്, അതിനുശേഷം സെൽഫ് റിയാക്ഷൻ. ഇത് രണ്ടും വരുന്നത് സെൽഫ് റിഫ്ലക്ഷൻ ഫേസിലാണ്. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. ഈ സെമിർമൻ സോഷ്യൽ കൊഗ്നിറ്റീവ് മോഡലിൽ പറയുന്നത് ലേണേഴ്സ് സെൽഫ് റെഗുലേറ്റഡ് ആണ്. അതായത് അവരുടെ ആക്ഷൻസ്, തോട്ട്സ്, ബിഹേവിയേഴ്സ് ഇതെല്ലാം അവർക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ അക്കാഡമിക് ഗോൾസ് അവർക്ക് സ്വന്തമായി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ് ആർ ഡ്രിവൺ ബൈ റിവാർഡ്സ് ആൻഡ് പ്രൈസസ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ് എൻഗേജ് വിത്ത് സബ്ജക്ട് മാറ്റർ for the personal satisfaction it brings. So ഇവിടെ 2 സ്റ്റേറ്റ്മെന്റും ട്രൂ തന്നെയാണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ ടൂൾസ് ഫോർ ഷെയർഡ് വ്യൂയിങ് ഓഫ് വിഷ്വൽ ആൻഡ് അതർ ഇന്ററാക്റ്റീവ് കണ്ടന്റ് വിത്തിൻ റിയൽ ടൈം എൻവയോൺമെന്റ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടൂൾസ് ആണ് വെർച്വൽ വൈറ്റ് ബോർഡ്, സ്ലൈഡ് ഷോയിങ്, പോളിംഗ്, ക്യൂസിംഗ്, അവതാർസ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 1, വെർച്വൽ വൈറ്റ് ബോർഡ്, സ്ലൈഡ് ഷോയിങ്, പോളിംഗ്, ക്യൂസിംഗ്. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 തന്നിരിക്കുന്നത് ബിങ്സ് പ്രിസിജ് പ്രോസസ് പെർഫോമൻസ് മോഡൽ ഓഫ് ലേണിംഗ് ആണ്. ലിസ്റ്റ് 2 തന്നിരിക്കുന്നത് ഈ മോഡലിലെ ഓരോ വേരിയബിൾസിന്റെയും ഫാക്ടേഴ്സ് ആണ്. ബിങ്സ് മോഡൽ ഓഫ് ലേണിംഗിൽ 3 P's ആണ് വരുന്നത്. പ്രിസിജ്, പ്രോസസ്, പെർഫോമൻസ്. ഇതിൽ പ്രിസിജിൽ വരുന്നതാണ് സ്റ്റുഡൻസ് ക്യാരക്ടറിസ്റ്റിക്സും ടീച്ചിങ് കോണ്ടെക്സ്റ്റും. സ്റ്റുഡൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ പ്രയർ നോളജ്, അവരുടെ എബിലിറ്റി, അവരെന്ത് അപ്രോച്ചാണ് ലേണിങ്ങിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്, ഇതൊക്കെയാണ് സ്റ്റുഡൻസ് ഫാക്ടേഴ്സിൽ വരുന്നത്. എന്നാൽ ടീച്ചിങ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ്, അസസ്മെന്റ്, പ്രൊസീജിയേഴ്സ് ഇതെല്ലാമാണ് ടീച്ചിങ് കോണ്ടെക്സ്റ്റിൽ വരുന്നത്. അടുത്ത P ആണ് പ്രോസസ്. പ്രോസസ്സിൽ വരുന്നതാണ് ലേണിംഗ് ഫോക്കസ്ഡ് ആക്ടിവിറ്റീസ്. ഇതൊരു ഓൺഗോയിങ് അപ്രോച്ച് ടു ലേണിംഗ് ആണ്. ഇതിലെ തേർഡ് P ആണ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്നും പറയാറുണ്ട്. പ്രൊഡക്റ്റിൽ വരുന്നതാണ് ലേണിംഗ് ഔട്ട്കം. ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ലേണിംഗ് പ്രോസസ്സിന്റെ എൻഡ് റിസൾട്ട് ആണ്. സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻസിനെയാണ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അടുത്തത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 റിസർച്ച് മെത്തഡോളജിയും ലിസ്റ്റ് 2 അതിന്റെ അപ്രോച്ചസും ആണ് തന്നിരിക്കുന്നത്. റിസർച്ച് മെത്തഡോളജീസ് തന്നിട്ടുള്ളത് സോഴ്സ് ക്രിറ്റിസിസം, പോസിറ്റിവിസം, ഇന്റർപ്രിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം. ഇതിൽ ആദ്യത്തേതാണ് സോഴ്സ് ക്രിറ്റിസിസം. സോഴ്സ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് സോഴ്സ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. The process of evaluating the quality of origin of information. So A മാച്ച് ആവുന്നത് 3 ആയിട്ടാണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത മെത്തഡോളജിയാണ് പോസിറ്റിവിസം. പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ നമുക്ക് സയൻസിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോളജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഹ്യൂമൻസിന്റെ ഇൻട്രസ്റ്റ് ഇറലവന്റ് ആണ്. അടുത്തത് ഇന്റർപ്രിറ്റിവിസം ആണ്. ഈ മെത്തഡോളജി പ്രകാരം ഒബ്സർവറും ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇതൊരു സോഷ്യൽ കൺസർവേറ്റിസം അപ്രോച്ച് ആണ് ഇതിനുള്ളത്. അടുത്തതാണ് പോസ്റ്റ് പോസിറ്റിവിസം. പോസ്റ്റ് പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ പോസിറ്റിവിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നത് പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ബേസ്ഡ് ആണ്. എന്നാൽ പോസ്റ്റ് പോസിറ്റിവിസം നോൺ സയന്റിഫിക് ബേസ്ഡും ക്വാളിറ്റേറ്റീവും സബ്ജക്റ്റീവ് ഇൻ നേച്ചറും ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജി? 1-to-1 ഇന്റർവ്യൂ, സർവേ റിസർച്ച്,
റിസർച്ച്, ഫോക്കസ് ഗ്രൂപ്പ്, കോറിലേഷൻ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 2, സർവേ റിസർച്ച്, കോറിലേഷണൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റിലിക്സ് സച്ച് as fingerprints are considered credible by which of the following research methodology? ഓപ്ഷൻസ് വന്നിട്ടുള്ളത് എക്സ്പെരിമെന്റൽ, ക്വാണ്ടിറ്റേറ്റീവ്, ഹിസ്റ്റോറിക്കൽ, ഡിസ്ക്രിപ്റ്റീവ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3, ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഫറൻസിംഗ് സ്റ്റൈൽ ഈസ് യൂസ്ഡ് ഫോർ റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്, ഹിസ്റ്ററി ആൻഡ് ആർട്സ്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് APA സ്റ്റൈൽ, MLA സ്റ്റൈൽ, ചിക്കാഗോ സ്റ്റൈൽ, IEE സ്റ്റൈൽ. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2, MLA സ്റ്റൈൽ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്, while developing a consent form and explanation of the purpose of the study, the reason for the selection of the participant should be explicit. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്, however there is no need to give a description of any potential risk to the participants. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3, സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 ഫാൾസ് ആണ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സെപ്ഷണൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വിൽ റിസൾട്ട് ഇൻ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ടീച്ചിങ്, നോട്ടീസബിൾ സ്റ്റുഡൻറ് അച്ചീവ്മെന്റ്, ചേഞ്ച് ഇൻ ഫോക്കസ് ഏരിയ ഓഫ് സ്റ്റുഡൻസ്, മാനുഫാക്ചറിംഗ് ഓഫ് കൺസെന്റ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 2, നോട്ടീസബിൾ സ്റ്റുഡൻറ് അച്ചീവ്മെന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഇന്റർനെറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫോർ ലേണിംഗ് ഈസ് ഐസൊലേറ്റഡ്, ഇന്റർഡിപെൻഡന്റ്, ഇന്ററാക്റ്റീവ്, ഓട്ടോമാറ്റിക്, വൈഡ് റേഞ്ചിങ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3, ഇന്ററാക്റ്റീവ്, ഓട്ടോമാറ്റിക്, വൈഡ് റേഞ്ചിങ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്, ത്രൂ അറ്റൻഷൻ ഫ്രെയിം ഇറ്റ്സ് പോസിബിൾ ടു അസസ് ദ റേറ്റ് അറ്റ് വിച്ച് കമ്മ്യൂണിക്കേറ്റഡ് കണ്ടന്റ് ഈസ് ബ്രോട്ട് ടു നോട്ടീസ് ഓഫ് ദ പീപ്പിൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻ മോഡേൺ സൊസൈറ്റീസ് ദ അറ്റൻഷൻ ഫ്രെയിം ആർ യൂണിഫോം, അൺറിഫൈൻഡ് ആൻഡ് നോൺ ഇന്ററാക്റ്റീവ് വെൻ ഓൾ ദ ഫ്രെയിംസ് അവൈലബിൾ in the world are taken into account. So ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 ഫാൾസ് ആണ്. അടുത്തത് ഒരു അസേർഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്, ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസ് എ റിച്വൽ ഈസ് നോട്ട് എ റാഡിക്കൽ വ്യൂ. റീസൺ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്, ദ ഹോമോജിക് വ്യൂ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോ ലോങ്ങർ വാലിഡ്. ഇവിടെ കൊടുത്തിരിക്കുന്ന അസേർഷൻ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്, പക്ഷെ റീസൺ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ബാരിയർ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് വന്നിട്ടുള്ളത് ഫിസിക്കൽ, പെർപെക്ച്വൽ, ഇമോഷണൽ, കൾച്ചറൽ, സിമാൻറ്റിക്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 1, ഫിസിക്കൽ, പെർപെക്ച്വൽ, ഇമോഷണൽ, കൾച്ചറൽ, സിമാൻറ്റിക്. അടുത്തത് മാത്തമാറ്റിക്കൽ റീസണിംഗിലെ ക്വസ്റ്റ്യൻസ് ആണ്. 400 students took a mock test. 60% of boys and 80% of girls cleared the cutoff in the test. If total percentage of students clearing the cutoff in the test is 65%, then how many girls appeared in the test? So ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് 400 സ്റ്റുഡൻസ് ഒരു മോക്ക് ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ 60% ബോയ്സും 80% ഗേൾസും ആ ടെസ്റ്റിന്റെ കട്ട് ഓഫ് പാസ് ചെയ്തു. അതുപോലെ തന്നെ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ദ സ്റ്റുഡൻസ് എടുക്കുമ്പോൾ അതിൽ 65% സ്റ്റുഡൻസും എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഗേൾസ് ആ ടെസ്റ്റിന് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ എത്ര ഗേൾസ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം 400 ആണ്. അതിൽ നമുക്ക് ബോയ്സിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് മൈനസ് 400. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60% ബോയ്സും 80% ഗേൾസും എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് 65% ആണ് എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത്. സോ നമ്മളിവിടെ ബോയ്സിനെ എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, ഗേൾസിനെ എക്സ് മൈനസ് 400 ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ 60% ഓഫ് ബോയ്സ് പ്ലസ് 80% ഓഫ് ഗേൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 65% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ്. അതായത് 60% ഓഫ് എക്സ് പ്ലസ് 80% ഓഫ് എക്സ് മൈനസ് 400 ദാറ്റ് ഈസ് ഈക്വൽ ടു 65% ഓഫ് 400. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 300 കിട്ടും. 300 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സിന്റെ എണ്ണമാണ്. നമ്മൾ എക്സ് ബോയ്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ നമ്പർ നമുക്കറിയാം 400 ആണ്. ഈ 400ൽ 300 ബോയ്സ് ആണ്. സോ ബാലൻസ് ഗേൾസ് ആയിരിക്കും. സോ 400 മൈനസ് 300 ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 100. സോ ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ഇഫ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ചാർജ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ അറ്റ് ദ റേറ്റ് ഓഫ് 16.2/3% പെർ ആനം ഫോർ 2 years ആൻഡ് ദ സം ബിക്കംസ് 196. നമ്മളോട് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ റേറ്റ് തന്നിട്ടുണ്ട്. റേറ്റ് തന്നിരിക്കുന്നത് 16.2/3% ആണ്. ഇതിനെ നമുക്ക് 50/3 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ടൈം തന്നിട്ടുള്ളത് 2 years, സമ്മ തന്നിട്ടുള്ളത് 196 ആണ്. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സം ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n. സോ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്റെ വാല്യൂ കിട്ടും 144. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ കാർ ട്രാവൽസ് 25 km/h faster than a bus for a journey of 500 km and the bus takes 10 hours more than the car. ഈ സെന്റൻസിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് the speed of the car is 45 km/h. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് the speed of bus is 20 km/h. സോ നമുക്ക് ഇവിടെ കാറിന്റെയും ബസിന്റെയും സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ കാറിന്റെ സ്പീഡ് x ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കാർ ട്രാവൽസ് 25 km/h ഫാസ്റ്റർ ദാൻ ബസ്. സോ ബസിന്റെ സ്പീഡ് നമുക്ക് x - 25 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ ബസ് ടേക്സ് 10 hours മോർ ദാൻ ദ കാർ. സോ നമുക്ക് ഇവിടെ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ബസ് എടുക്കുന്ന ഡിസ്റ്റൻസ് 500 ആണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് ബസിന്റെ x - 25 ആണ്, മൈനസ് കാർ എടുക്കുന്ന ഡിസ്റ്റൻസ് 500ഉം അതുപോലെ തന്നെ കാറിന്റെ സ്പീഡ് നമ്മൾ x ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത്. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 hours ആണ്. സോ ഈക്വൽ ടു 10. സോ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 50 ആയിട്ട് കിട്ടും. ഈ 50 എന്ന് പറയുന്നത് കാറിന്റെ സ്പീഡാണ്. ഇനി നമുക്ക് ബസിന്റെ സ്പീഡ് കൂടി ഫൈൻഡ് ചെയ്യണം. ബസിന്റെ സ്പീഡ് നമ്മൾ ഡിനോട്ട് ചെയ്തത് x - 25 ആണ്. സോ 50 - 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണ്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, a sum of ₹53 is divided among A, B and C in such a way that A gets ₹7 more than what B gets and B gets ₹8 more than what C gets. The ratio of their share is. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് 3 പേര് കൂടി 53 rupees ഡിവൈഡ് ചെയ്തു. ഈ 53 rupees എങ്ങനെ ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ എക്ക് ബിനെക്കാളും 7 രൂപ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ബിക്ക് 8 രൂപ സിനെക്കാളും കൂടുതൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ അവരുടെ റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. റേഷ്യോ കാണാനായിട്ട് നമുക്ക് ആദ്യം സിക്ക് കിട്ടുന്ന എമൗണ്ടിനെ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാവും? 8 മോർ ദാൻ സി ആണ്. സോ x + 8 ആവും. അതുപോലെ തന്നെ എക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 7 മോർ ദാൻ ബി ആണ്. സോ എക്ക് കിട്ടുന്ന എമൗണ്ട് x + 8 + 7 ആവും. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ 3 പേരുടെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 53 ആണ് കിട്ടുന്നത്. സോ ആദ്യം ഏത് കൂട്ടാ x + 8 + 7, ബിയുടേത് x + 8, പിന്നെ സിയുടേത് 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 53 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എക്സിന്റെ വാല്യൂ നമുക്ക് 10 കിട്ടും. 10 നമ്മൾ സിനെയാണ് ഡിനോട്ട് ചെയ്തത്. സോ സിയുടെ വാല്യൂ ആണ് 10. ബിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് x + 8 ആണ്. സോ 10 + 8 = 18. എനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് b + 7 ആണ്. സോ 18 + 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. സോ നമ്മുടെ റേഷ്യോ എന്തായി? 25:18:10. സോ നമ്മുടെ ആൻസർ ആണ് ഓപ്ഷൻ 3. അടുത്തത് നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് സീരീസ് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് 1 4 സീരീസുകളും ലിസ്റ്റ് 2 അതിലെ പിന്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഇതിലെ ഓരോ സീരീസും ഫൈൻഡ് ചെയ്യാൻ നിന്ന് ഒരുപാട് സമയം പോവും. സോ എക്സാമിന് ടൈം കളയരുത്. ഏതെങ്കിലും ഈസി ആയിട്ട് തോന്നുന്ന ഒരു സീരീസ് സെലക്ട് ചെയ്യുക, അതിന്റെ പി വാല്യൂ ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് അത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാനായിട്ട് ആദ്യത്തെ സീരീസ് നോക്കാം. ആദ്യത്തെ സീരീസിലുള്ള നമ്പേഴ്സ് ആണ് 2, 9, 28, 65, 126 പി. ഇതിലെ പിന്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ സീരീസിന്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് നോക്കി നമുക്ക് മനസ്സിലാവും. 1³ + 1 2 ആണ്, 2³ + 1 9, 3³ + 1 28, 4³ + 1 65, 5³ + 1 126. സോ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 6³ + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 217. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. എ മാച്ച് ആവുന്നത് 3യുമായിട്ടാണ്. അടുത്തത് ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ്. ദി സ്റ്റാൻഡേർഡ് ഫോം കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഓഫ് റോസസ് ആർ ഫ്രാഗ്രന്റ് ഈസ്.
ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സം റോസസ് ആർ ഫ്രേഗ്രന്റ്, സം ഫ്രേഗ്രന്റ് തിങ്സ് ആർ നോട്ട് റോസസ്, നോ ഫ്രേഗ്രന്റ് തിങ്സ് ആർ റോസസ്, ഓൾ റോസസ് ആർ ഫ്രേഗ്രന്റ് തിങ്സ്. ഇവിടെ നമ്മളോട് സ്റ്റാൻഡേർഡ് ഫോം ആണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓൾ റോസസ് ആർ ഫ്രേഗ്രന്റ് തിങ്സ്. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 സ്ക്വയർ ഓഫ് ഒപ്പോസിഷനും ലിസ്റ്റ് 2 അതിന്റെ റിസൾട്ടന്റും ആണ് ഉള്ളത്. ലിസ്റ്റ് 1 ഐറ്റംസ് ആണ് എ ബീയിങ് ഗിവൻ ഫോൾസ്, ഇ ബീയിങ് ഗിവൻ ഫോൾസ്, ഐ ബീയിങ് ഗിവൻ ഫോൾസ്, ഓ ബീയിങ് ഗിവൻ ഫോൾസ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്നാണ് അതിന്റെ നെക്സ്റ്റ് കോളത്തിലുള്ളത്. സ്ക്വയർ ഓഫ് ഒപ്പോസിഷന്റെ ഓരോ റൂൾസും റിലേഷൻഷിപ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. എ ഫോൾസ് ആണെങ്കിൽ ഐ അൺഡിറ്റർമൈൻഡ് ആയിരിക്കും, ഇ ഫോൾസ് ആണെങ്കിൽ ഐ ട്രൂ ആയിരിക്കും, ഐ ഫോൾസ് ആണെങ്കിൽ ഇ ട്രൂ ആയിരിക്കും, ഓ ഫോൾസ് ആണെങ്കിൽ ഇ ഫോൾസ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോർമൽ ഫാലസീസ് ഇസ് കമ്മിറ്റഡ് ഇൻ ദ ഗിവൺ ആർഗ്യുമെന്റ്? All athletes are sportsmen. No actor is an athlete. Therefore, no actors are sportsmen. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഫാലസി ഓഫ് എലിസിറ്റ് പ്രോസസ് ഓഫ് മേജർ ടേം, ഫാലസി ഓഫ് എലിസിറ്റ് പ്രോസസ് ഓഫ് മൈനർ ടേം, ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രിമൈസ്, എക്സിസ്റ്റൻഷ്യൽ ഫാലസി. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 1 ഫാലസി ഓഫ് എലിസിറ്റ് പ്രോസസ് ഓഫ് മേജർ ടേം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രമാണാസ് ആർ അക്സെപ്റ്റഡ് ആസ് വാലിഡ് ബൈ ന്യായികാസ്? പ്രമാണാസ് തന്നിട്ടുള്ളത് പെർസെപ്ഷൻ, ഇൻഫറൻസ്, പെർസംഷൻ, വെർബൽ ടെസ്റ്റിമണി, കമ്പാരിസൺ. സോ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് വാലിഡ് ആയിട്ടുള്ള പ്രമാണം ഏതാണെന്നാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. പെർസെപ്ഷൻ, ഇൻഫറൻസ്, വെർബൽ ടെസ്റ്റിമണി, കമ്പാരിസൺ. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഇൻ അൻവയ് വ്യത്രേകി മിഡിൽ ടേം ഇസ് ബോത്ത് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ദ മേജർ ടേം. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ദ നോളജ് ഓഫ് വ്യാപ്തി ഇൻ അൻവയ് വ്യത്രേകി ഈസ് അറൈവ്ഡ് ത്രൂ ദ ജോയിന്റ് മെത്തേഡ് ഓഫ് എഗ്രിമെന്റ് ഇൻ പ്രസൻസ് ആൻഡ് ഇൻ ആബ്സെൻസ്. സോ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് തന്നെയാണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. അടുത്തത് ICT യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. Which of the following is the act of obtaining a password or other confidential information from a person within an organization by using unauthorized means such as feigning an emergency situation? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സോഷ്യൽ എഞ്ചിനീയറിംഗ്, ട്രോജൻ ഹോഴ്സ്, പാസ്വേഡ് ക്രാക്ക്, സ്റ്റെപ്പിംഗ് സ്റ്റോൺ അറ്റാക്ക്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അറേഞ്ച് ദ ഫോളോയിങ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ ആൻ അസെൻഡിങ് ഓർഡർ ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ ഇംപ്ലൈഡ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് തന്നിട്ടുള്ളത് മാൻ, വാൻ, ലാൻ. ഇവിടെ നമ്മളോട് അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ, ലാൻ, മാൻ, വാൻ. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ട്വിറ്റർ അലൗസ് യൂസേഴ്സ് ടു സെൻഡ് സ്മോൾ പോസ്റ്റ് നോൺ ആസ് ട്വീറ്റ്സ് അപ് ടു 140 character in length. സ്റ്റേറ്റ്മെന്റ് 2 ആണ് ബൈ ഡിഫോൾട്ട് ബ്ലോഗ്സ് ഡിസ്പ്ലേ പോസ്റ്റ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓൺ ദ ഹോം പേജ് വിത്ത് ദ ഏർലിയസ്റ്റ് പോസ്റ്റ് അറ്റ് ദ ടോപ്പ്. സോ ഇവിടെ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകളും ഫോൾസ് ആണ്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പൊ കഴിഞ്ഞ എക്സാമിൽ സൂപ്പർ ഫോളോയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. സൂപ്പർ ഫോളോ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന് പെയ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് അവരുടെ ക്രിയേറ്റേഴ്സിന്റെ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിത്ത് റെസ്പെക്ട് ടു റാം ആൻഡ് റോം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് റോം ഈസ് റിയൽ ഒപ്റ്റിക്കൽ മെമ്മറി, റാം സ്റ്റോർസ് ഇൻസ്ട്രക്ഷൻസ് യു ആർ കറന്റ്ലി വർക്കിംഗ് ഓൺ, റോം സ്റ്റോർസ് ബയോസ്, RAM allows the users to read and write data. Both RAM and ROM lose their data when the power is turned off. So ഇവിടെ correct answer option 2 ആണ്. RAM stores the instructions you are currently working on. ROM stores the BIOS. RAM allows the users to read and write data. ROMന്റെ full form read only memory ആണ്. ROMലെ data power off ചെയ്ത് കഴിഞ്ഞാലും lost ആവില്ല. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 കമ്പ്യൂട്ടർ ടേംസും ലിസ്റ്റ് 2 അതിന്റെ ഡിസ്ക്രിപ്ഷനും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
ഇതിലെ ആദ്യത്തേതാണ് ഹബ്ബ്. ഹബ്ബ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡിവൈസ് ആണ്. സോ എ മാച്ച് ആവുന്നത് 3യുമായിട്ടാണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്തതാണ് ജോയ്സ്റ്റിക്. ജോയ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്ത ടേം ആണ് നോട്ട് പാഡ്. നോട്ട് പാഡ് എന്നതൊരു ടെക്സ്റ്റ് എഡിറ്റർ ആണ്. അടുത്താണ് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇൻ 2018 the original framework agreement on establishment or international solar alliance was amended to extend the scope of its membership to. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻ, ദ സാർക്ക് കൺട്രീസ്, കൺട്രീസ് ഇൻ മിഡിൽ ഈസ്റ്റ്, കൺട്രീസ് ഇൻ സൗത്ത് സഹാറ ആഫ്രിക്ക. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്, ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് ഡിറ്റർമൈൻസ് ദ എബിലിറ്റി ഓഫ് പൊല്യൂട്ടന്റ് ടു ഡിസ്പേഴ്സ് വെർട്ടിക്കലി ഇൻ ദ അറ്റ്മോസ്ഫിയർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻ സമ്മർ സീസൺ ഇൻ ഇന്ത്യ ദ അറ്റ്മോസ്ഫിയർ ഇസ് ജനറലി സ്റ്റേബിൾ. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആർസനിക് പൊല്യൂഷൻ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഈസ് ഡ്യൂ ടു. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഓക്സൈഡ്സ് ഇൻ ആർസനിക്, സൾഫേറ്റ് ഓഫ് ആർസനിക്, ആസിഡ്സ് ഓഫ് ആർസനിക്, നൈട്രേറ്റ്സ് ഓഫ് ആർസനിക്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, ആസിഡ്സ് ഓഫ് ആർസനിക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഫോളോയിങ് കൺട്രീസ് ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ റാങ്കിംഗ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2020. കൺട്രീസ് തന്നിട്ടുള്ളത് ചൈന, USA, ബ്രസീൽ, റഷ്യ, ഇന്ത്യ. സോ ഇവിടെ നമ്മളോട് റാങ്കിങ്ങിന്റെ ബേസിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. സോ ആദ്യം വരുന്നത് USA ആണ്, നെക്സ്റ്റ് ചൈന, പിന്നെ വരുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് വേരിയസ് കമ്പോണന്റ് ഓഫ് ബയോഗ്യാസ് ഇൻ ടേംസ് ഓഫ് ദിയർ അബൻഡൻസ്. കമ്പോണൻസ് തന്നിട്ടുള്ളത് അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ്, മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇതിന്റെ സീക്വൻസ് വരെ ആദ്യം മീത്തേൻ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, പിന്നെയാണ് അമോണിയ. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗ് ഈസ് ആൻ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓട്ടോണമസ് ബോഡി ഓഫ് GOI, അഡ്വൈസറി ബോഡി ഓഫ് GOI, എക്സിക്യൂട്ടീവ് ബോഡി ഓഫ് GOI. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3, അഡ്വൈസറി ബോഡി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് മുതലയാർ കമ്മീഷൻ, സർജൻ കമ്മീഷൻ, രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3, രാധാകൃഷ്ണ കമ്മീഷൻ. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ എൻവയോൺമെന്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻക്വയറി ആൻഡ് ആക്ഷൻ ഓൺ റിയൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ചിൽഡ്രൻ ആർ എഡ്യൂക്കേറ്റഡ് അബൌട്ട് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, ഇക്വാലിറ്റി ആൻഡ് മെനി അതർ ഇഷ്യൂസ് വിത്തൌട്ട് ഡെവലപ്മെന്റ് ഓഫ് സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് ടു മീറ്റ് ദീസ് ചലഞ്ചസ്. സോ ഇവിടെ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. അടുത്തതൊരു മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ലിസ്റ്റ് 2 അതിന്റെ സബ്ജക്റ്റും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിളിന്റെ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 45, 30, 15 സബ്സെക്ഷൻ 3 to 139. സോ ആർട്ടിക്കിൾ 45 റിലേറ്റ് ചെയ്യുന്നത് റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനുമായിട്ടാണ്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ആർട്ടിക്കിൾ 30 റിലേറ്റ് ചെയ്യുന്നത് റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടാണ്. അടുത്തത് ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 3 റിലേറ്റ് ചെയ്യുന്നത് എംപവറിംഗ് ദി സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വുമൺ ആൻഡ് ദെയർ എഡ്യൂക്കേഷൻ. അടുത്തതാണ് ആർട്ടിക്കിൾ 239 റിലേറ്റ് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് അണ്ടർ ദ സെൻട്രൽ ഗവൺമെന്റ്. അടുത്തതും മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസും ലിസ്റ്റ് 2 അതിന്റെ ലൊക്കേഷനുമാണ്. സോ ഇതിൽ ആദ്യത്തേതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ഇത് അഹമ്മദാബാദിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. A2 മാച്ച് ആവുന്നത്. അടുത്തതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മൊഹാലിയിലാണ്. അടുത്തതാണ് വിശ്വേശ്വരായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നാഗ്പൂരിലാണ്. അടുത്തതാണ് സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വിജയവാഡയിലാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അടുത്തത് പാസേജ് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാസേജ് തരും, അത് റിലേറ്റഡ് ആയിട്ട് 5 ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. സോ കഴിഞ്ഞ വീഡിയോ പോലെ പാസേജ് വായിച്ച് അതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യാം. പാസേജിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് എ മേജർ ഫോൾ ഔട്ട് ഓഫ് എനോർമസ് എമൗണ്ട് ഓഫ് ഫുഡ് വേസ്റ്റേജ് ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത്
more food production, uneven access to market, large number of people going hungry, more investment in the farm sector of developing countries. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെഷേഴ്സ് സജസ്റ്റഡ് ടു റെഡ്യൂസ് ഫുഡ് വേസ്റ്റേജ്? മെഷേഴ്സ് തന്നിട്ടുള്ളത് ബെറ്റർ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോൾഡ് ചെയിൻ സിസ്റ്റം, ക്ലോഷർ ഓഫ് പോയിന്റ് ഓഫ് ഫുഡ് വേസ്റ്റേജ്, റിസ്ട്രിക്ഷൻ ഓൺ വെഡ്ഡിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ക്ലീൻ പ്ലേറ്റ് ക്യാമ്പയിൻ ഇൻഡിക്കേറ്റ്സ് എ നീഡ് ഫോർ ഡാഷ് ടു റെഡ്യൂസ് ഫുഡ് വേസ്റ്റേജ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സ്ട്രിക്ട് പണിഷ്മെന്റ്, പബ്ലിക് അവയർനെസ്, ന്യൂ പ്രോസസിംഗ് ടെക്നിക്സ്, ഇംപ്രൂവ്ഡ് പാക്കേജിംഗ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫുഡ് വേസ്റ്റേജ് ഓൾസോ കോസസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ദ റിച്ച് പുവർ ഡിവൈഡ്, ഇൻക്രീസ് ഇൻ കണ്ടേജിയസ് ഡിസീസ്, ഹാർവെസ്റ്റ് ഇഷ്യൂസ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്റ്റോപ്പേജ് ഓഫ് ഫുഡ് വേസ്റ്റേജ് ഈസ് നീഡഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഫുഡ് പ്രൊഡക്ഷൻ, നാഷണൽ ഫുഡ് മിഷൻ, ബ്രിങ് ഡൗൺ ദ നമ്പർ ഓഫ് കൺട്രീസ് ഇൻ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, മേക്കിംഗ് ഫുഡ് അവൈലബിൾ ടു ഓൾ. അടുത്തത് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫോളോയിങ് ടേബിൾ പ്രസൻസ് ദ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് മോഡൽസ് ഓഫ് ലാപ്ടോപ്പ് A to F manufactured by a company over 2 consecutive years in 2019 and 2020. The total number of laptops produced in 2019 was 35 lakh and 2020 it was 44 lakh. So നമുക്ക് ഡിഫറെന്റ് ലാപ്ടോപ്സ് 2019ലും 2020ലുമായിട്ട് എത്ര മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ലാപ്ടോപ്സ് 2019 35 ലാക്ക് ആണെന്നും 2020 44 ലാക്സ് ആണെന്നും തന്നിട്ടുണ്ട്. സോ ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ലാപ്ടോപ്സ് ഓഫ് മോഡൽ A, B ആൻഡ് E പ്രൊഡ്യൂസ്ഡ് ഇൻ 2019 വാസ്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് 2019 ലാപ്ടോപ്പ് A, B, E ടോട്ടൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. സോ ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 2019 ടോട്ടൽ നമ്പർ ഓഫ് ലാപ്ടോപ്സ് പ്രൊഡ്യൂസ് ചെയ്തത് 35 ലാക്ക് ആണ്. അതിൽ എന്റെ പ്രൊപ്പോർഷൻ 30%. അപ്പോൾ A പ്രൊഡ്യൂസ് ചെയ്ത ലാപ്ടോപ്പിന്റെ എണ്ണം എത്ര ആയിരിക്കും? 35 ലാക്ക് ഇൻറ്റു 30%, ദാറ്റ് ഈസ് ഈക്വൽ ടു 10.5. അതുപോലെ തന്നെ B പ്രൊഡ്യൂസ് ചെയ്ത് 15% ആണ്. 15% ഓഫ് 35 ലാക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 5.25. ഇനി E പ്രൊഡ്യൂസ് ചെയ്തതും 15% ആണ്. സോ 15% ഓഫ് 35 ലാക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 5.25. നമ്മളോട് ക്വസ്റ്റ്യനിൽ കാണാൻ പറയുന്നത് A, B, E കൂടിയിട്ട് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ്. സോ 10.5 പ്ലസ് 5.25 പ്ലസ് 5.25 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ലാക്ക്. സോ ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോഡൽ F ലാപ്ടോപ്പ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2019 ടു ദ നമ്പർ ഓഫ് മോഡൽ C ലാപ്ടോപ്പ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2020? സോ ഇവിടെ നമ്മളോട് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 2019 ടോട്ടൽ ലാപ്ടോപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് 35 ലാക്ക് ആണ്. അതിലെ എഫിന്റെ പ്രൊപ്പോർഷൻ 10% ആണ്. സോ 35 ഇൻറ്റു 10% ഈസ് ടു ഇനി മോഡൽ സിന്റേത്. 2020 ടോട്ടൽ പ്രൊഡക്ഷൻ നടത്തിയത് 44 ലാക്സ് ആണ്. ഇതിൽ സിയുടെ പ്രൊപ്പോർഷൻ 15% ആണ്. സോ 44 ഇൻറ്റു 15%. സോ നമ്മുടെ റേഷ്യോ ആകും 35:66. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് മോഡൽ B ലാപ്ടോപ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2019 ആൻഡ് 2020? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ റേഷ്യോ ആണ് കണ്ടത് എങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിഫറൻസ് ആണ് കാണേണ്ടത്. ആദ്യം 2019 മോഡൽ B എത്രയാണെന്ന് പ്രൊഡ്യൂസ് ചെയ്തെന്ന് കാണണം. അതിനു വേണ്ടി 2019 ടോട്ടൽ പ്രൊഡക്ഷൻ 35 ലാക്സ് ആണ്. ഇൻറ്റു ബിയുടെ പ്രൊപ്പോർഷൻ 15% ആണ്. ഇനി 2020 ടോട്ടൽ പ്രൊഡക്ഷൻ 44 ലാക്ക് ആണ്. അതിൽ ബിയുടെ പ്രൊപ്പോർഷൻ 20% ആണ്. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3.55. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ പെർസെന്റേജ് പ്രൊഡക്ഷൻ ഓഫ് മോഡൽ A ലാപ്ടോപ്സ് ഇൻ 2020 വാസ് സെയിം ആസ് ദാറ്റ് ഇൻ 2019 then the number of model A ലാപ്ടോപ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2020 വുഡ് ഹാവ് ബീൻ. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ സപ്പോസ് ചെയ്യാൻ പറയണ, അതായത് 2020 2019 സെയിം പ്രൊപ്പോർഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ മോഡൽ A 2020 എത്ര നമ്പർ ഓഫ് ലാപ്ടോപ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 2019 ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത് 30%, 2020 40% ആണ് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം 2020 2019 സെയിം പ്രൊപ്പോർഷൻ ആണെങ്കിൽ, അതായത് 30% തന്നെയാണെങ്കിൽ 2020 എത്ര ലാപ്ടോപ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. സോ അത് ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം 2020 ടോട്ടൽ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് 44 ലാക്ക് ആണ്. ഇൻറ്റു 30% ദാറ്റ് ഈസ് ഈക്വൽ ടു 13.2. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് 90% ഓഫ് മോഡൽ ഡി ലാപ്ടോപ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ഇയർ വാസ് സോൾഡ് ബൈ ദ കമ്പനി, ദെൻ ഹൗ മെനി മോഡൽ ഡി ലാപ്ടോപ്സ് റിമെയിൻ അൺസോൾഡ്. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓരോ വർഷത്തിലും മോഡൽ ഡിയുടെ 90% ലാപ്ടോപ്സ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ബാക്കി വരുന്ന അൺസോൾഡ് പോർഷൻ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 90% സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 10% അൺസോൾഡ് ആയിരിക്കും. സോ നമുക്ക് അൺസോൾഡ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2019 എടുക്കാം. 2019 വരുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ പ്രൊഡക്ഷൻ എല്ലാ കമ്പനീസും കൂടിയിട്ട് 35 ലാക്ക് ആണ്. ഇതിൽ ഡിയുടെ പ്രൊപ്പോർഷൻ 10% ആണ്. സോ ഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 3.5 ലാക്ക് ആണ്. ഈ 3.5 ലാക്ക് പ്രൊഡ്യൂസ് ചെയ്തതിൽ എല്ലാം സെയിൽ ചെയ്തിട്ടില്ല. 90% മാത്രമേ സെയിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി അൺസോൾഡ് പോർഷൻ ആണ്. ഇതിന്റെ 10% അൺസോൾഡ് ആണ്. സോ 3.5 ലാക്കിന്റെ 10% എന്ന് പറഞ്ഞാൽ 35,000. ഇനി അടുത്തതാണ് 2020 ടോട്ടൽ പ്രൊഡക്ഷൻ വരുന്നത് 44 ലാക്ക് ആണ്. ഇതിൽ ഡിയുടെ പ്രൊപ്പോർഷൻ 10% ആണ്. സോ ഡി പ്രൊഡ്യൂസ് ചെയ്തത് 4.4 ലാക്ക് ആണ്. ഇതിൽ 10% അൺസോൾഡ് ആണ്. സോ 4.4 ലാക്കിന്റെ 10% എന്ന് പറയുന്നത് 44,000 ആണ്. സോ ടോട്ടൽ വരുന്നത് 35,000 പ്ലസ് 44,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 79,000. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. സോ ഈ വീഡിയോയിൽ നമ്മൾ October 14, 2022 നടന്ന UGC നെറ്റ് പേപ്പർ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.